എടപ്പാൾ സഫാരി ഗ്രൗണ്ടിലുള്ള ഒരു എക്സ്പോ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ പാടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എൻട്രി ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ്. പക്ഷേ നമ്മൾ പോയ ടൈമിൽ ഇവിടെ സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നത് മെർമെയ്ഡ് ആയിരുന്നു. അപ്പോൾ തായ്ലൻഡിലുണ്ടായ ഒരു ഭൂകമ്പം മൂലം അന്ന് മെർമെയ്ഡ് ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് നമ്മുടെ ടിക്കറ്റ് അവർ കീറുമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ടിക്കറ്റുമായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊരു കാശ്മീർ സെറ്റപ്പായിരുന്നു ഈ പ്രാവശ്യത്തെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറച്ചുകൂടെ നല്ല തണുപ്പും ഒക്കെ സെറ്റ് ചെയ്ത് വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെ ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ 2-3 ഐസ്ക്രീമിൻ്റെ ഒക്കെ സ്റ്റാളുകളുണ്ട്. പക്ഷെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അത് കഴിഞ്ഞാൽ കുറച്ച് ബേക്കറീസ്, സ്നാക്സ്, പിന്നെ നമ്മുടെ പഴയ മുട്ടായികളില്ലേ, അതായത് സിഗരറ്റ് മുട്ടായി, പുളിമുട്ടായി, അങ്ങനത്തെ ഒക്കെ മുട്ടായികൾ വിൽക്കുന്ന കുറച്ച് സ്റ്റാളുകളും ഒക്കെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് സ്റ്റേഷനറി ഐറ്റം വിൽക്കുന്നതും ഫാൻസി അങ്ങനെ കുറേ കുട്ടികളുടെ പറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇത് കൂടുതലുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ പോയ ദിവസത്തിൻ്റെ ആയിരിക്കണം. കുറേയൊക്കെ സ്റ്റാളുകളൊക്കെ ഓപ്പൺ ആക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഫുഡ് കോർട്ടും എല്ലാം തന്നെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെന്ന് അത് കഴിഞ്ഞിട്ടുള്ള ദിവസമേ ഓപ്പൺ ആകുള്ളൂ. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഒരു പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ഫാൻസി ഐറ്റംസ് ഒക്കെ നോക്കി, പക്ഷെ ഒന്നും മേടിച്ചില്ല. കാരണം എൻ്റെ വള മേടിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എസ്പെഷ്യലി കുപ്പി വളകൾ. പക്ഷേ അതിൻ്റെ സൈസിന് പറ്റിയത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മേടിച്ചില്ല. പക്ഷെ നല്ല നല്ല കളേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാടെണ്ണം. ഫുഡ് കഴിക്കാൻ എന്ത് തിന്നുന്നൊക്കെ വിചാരിച്ച് വന്നിട്ട് നമ്മൾ കുറച്ച് ഈ കോളിഫ്ലവർ ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെടുന്നത്. പിന്നെ ഞാനൊരു പാനിപ്പൂരിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എത്ര 50 രൂപ ആ റേഞ്ചിലൊക്കെയാണ് റേറ്റ് വരുന്നത്. പാനിപ്പൂരിയൊക്കെ കഴിച്ച് കോളിഫ്ലവറും കഴിച്ച് പിന്നെ നമ്മളൊരു കരിമ്പ് ജ്യൂസ് കൂടെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ബോൽപൂരി അതുകൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആകാശൂഞ്ഞാലി കയറാമെന്ന് വിചാരിച്ചു. ആകാശൂഞ്ഞിലോടുകൂടെ ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി എനിക്ക് ഒട്ടും വയ്യാണ്ടായി. ആകാശൂഞ്ഞാലി കയറി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കപ്പ് ഉണക്കർ സാധനമല്ലേ, അതിനകത്ത് കയറാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ആകാശൂഞ്ഞാലി കയറിയപ്പോഴത്തേനും എൻ്റെ കിളി പോയി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആകാശൂഞ്ഞാലി കയറിയപ്പോൾ നല്ല കൂളായിരുന്നു. അത് ഫസ്റ്റ് ടൈമാണ് കയറിയത്, രണ്ടാമത്തെ ടൈം. അന്ന് കയറിയപ്പോൾ ഇതിന് അത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് അത്ര പേര് തോന്നിയില്ല. പക്ഷേ ഈ പ്രാവശ്യം എൻ്റെ കിളി പോയി. എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വന്നിട്ട് ഒട്ടും പറ്റണ്ട. അപ്പോൾ വേഗം തന്നെ എങ്ങനെ റൂമിലെത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്ത് വേറെ റൂമിലോട്ട് വരികട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. കിളി പോയി എന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള കിളികളൊക്കെ ഇല്ലേ, അത് മൊത്തം ഇങ്ങനെ വെളിയിലോട്ട് പോണൊരിത്.